ഇവന്റെ ഭാര്യ ആരാണ്? പറ, നിങ്ങൾ പറ. പാർവതി അല്ലേ? അതാണ് സത്യം. പക്ഷേ ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട്. ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഒരു ദിവസം 4-5 കളർ വരും. ഇത് കണ്ട ഇപ്പൊ നല്ല സ്വർണത്തിന്റെ കളറാണ് കണ്ടേ, നല്ല മഞ്ഞ കളറല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളറായിരുന്നു. നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു അതിശയം നടന്ന് കളർ സ്വർണ്ണമായി. അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഈ കൈയെല്ലാം ഇത്രയാവും. പ്രിയൻ മാത്രം കയറുമ്പോ വൺ സൈഡ് വീർക്കും. രണ്ടുപേരും വരികയാണെങ്കിൽ ഞാൻ ഇത്രയും. ചില ദിവസം സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യം പ്രേമം പറഞ്ഞാരാ? പ്രിയ ഞാൻ പ്രിയനെ അച്ഛനെന്നാ വിളിച്ചോണ്ടിരുന്ന. മോള് നീ എന്നെ അച്ഛനെന്ന് വിളിക്കരുത്, നീ എന്റെ പ്രിയതമയാന്ന് പറഞ്ഞു. ഭയങ്കരം തന്നെ. ആ ശബ്ദം മാറും. ചിലർ ഫോൺ ചെയ്യുമ്പോ ഇന്നലെ നിങ്ങളുടെ മോനാണോ എടുത്തത് ഭർത്താവാണോ എടുത്തതെന്ന് ചോദിക്കും. ആണുങ്ങളുടെ സ്വരം കേട്ടെന്ന് പറയും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പാർവതിയെ ശിവനോട് ദേഷ്യപ്പെട്ടില്ല അമ്മയെ ചൊല്ലി, വിജയ ചൊല്ലി? ഇല്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് പോയി രക്ഷിച്ചൂടെ? ദേഷ്യപ്പെട്ട് വിജി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? മരിച്ചുപോയോ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഗണപതി വന്ന് പറയുന്നത് നീ എപ്പോഴും അച്ഛൻ്റെ അടുത്തേ പോത്തോളൂ, എൻ്റെ അടുത്ത് വരത്തില്ലെന്ന് പറയുന്നത് ഞാൻ എന്തോ ചെയ്യും പ്രിയനെ? എല്ലാരും വിളിച്ചാൽ എനിക്ക് എത്ര കാല് കൈയുണ്ട്. ഇത്രയും കഴിവുണ്ടായിട്ട് എന്തുകൊണ്ട് ഭർത്താവിനെ അസുഖത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല? 6 വർഷം ടെസ്റ്റ് എടുത്തിട്ട് നോക്കിക്കോണം. മെയ് മാസം 2016 കാലൻ വരിക കയറും കൊണ്ട്. ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞു പ്രിയനെ ദേവി എനിക്ക് ഒന്നിച്ച് കാണണമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒന്നിച്ച് വന്നു. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അങ്ങനെ നിഴലായിട്ട് എന്റെ കൈ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല, പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? ഇടാൻ പറഞ്ഞിട്ടതാണ്. മൂക്കുത്തിയോ? ഓ, നിർബന്ധക്കാരൻ. ഭാര്യ സുന്ദരൻ നടക്കണല്ലോ വാശിയല്ലേ? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും ആരാജകന്മാരുണ്ടാവോ?